ആരനാട് പഞ്ചായത്തിലെ ക്യാമ്പ് കഴിഞ്ഞ് ഡയബറ്റിക് ഡേ എന്ന് വെച്ചാൽ ഈ എല്ലാ വർഷവും നവംബർ 14-ാം തീയതി ആണ് ലോകവ്യാപകമായി ഡയബറ്റിക് ക്യാമ്പുകളും ഡയബറ്റിക് അവയർനെസ് എല്ലാം നടത്തുന്ന ഡയബറ്റിക് ഡേ. അതിന്റെ ഭാഗമായി നെടുമങ്ങാട് ലയൺസ് ക്ലബ്ബാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. KCB ആണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം. അതായത് എല്ലാ KCB ഓഫീസുകളും കേന്ദ്രീകരിച്ചാണ് നമ്മളിപ്പോൾ ഈ പരിപാടി നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കുഴമലയ്ക്കൽ വന്നത്. ഏതായാലും കുഴമലയ്ക്കൽ വന്ന് നിങ്ങൾ ഇത്രയും ഒരു സൗകര്യം ചെയ്തു തന്നതിൽ വളരെ സന്തോഷം. ഏതായാലും നമ്മൾ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് ഏറ്റെടുക്കാം. ചെറിയൊരു പിന്നെ വെച്ചിട്ട് പ്രിയപ്പെട്ട ലയൺസ് അംഗങ്ങളെ, KCB ജീവനക്കാരെ, സുഹൃത്തുക്കളെ, ലോക പ്രമേഹ ദിനവുമായി ബന്ധപ്പെട്ട് ലയൺസ് ഇന്റർനാഷണൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായി ഇന്ന് KCB ഓഫീസുകളിൽ പ്രമേഹ നിർണയ പരിശോധന ക്യാമ്പുകൾ നടത്തുകയാണ്. ആ ക്യാമ്പിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലയൺസിന്റെ നേതാക്കളെ, അതുപോലെ തന്നെ KCB ജീവനക്കാരെയും ആരനാട് ലയൺസ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിലായിരുന്നു ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് വിമുക്തോടെ നടക്കുകയാണ്. ഈ ക്യാമ്പ് പങ്കെടുക്കാൻ എല്ലാ നാട്ടുകാരെയും സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ രാധാകൃഷ്ണ സാറ്, അതുപോലെ എല്ലാവരെയും ഒറ്റവാണ് ലോക പ്രമേഹ ദിനമായ അതായത് നവംബർ 14 ലോകവ്യാപകമായി ആചരിക്കുന്ന ഈ പ്രമേഹ ദിനം ലയൺസ് ക്ലബിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഈ പ്രമേഹ രോഗം എത്ര മാരകമാണെന്നും അത് എത്ര വ്യാപിച്ച് കിടക്കുന്നതും, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് പ്രമേഹം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു അവബോധവും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും എല്ലാം നൽകാൻ വേണ്ടിയാണ് ഡിസ്ട്രിക്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് KCB ഓഫീസുകളാണ്. എല്ലാ KCB ഓഫീസുകളും കേന്ദ്രീകരിച്ച് നമ്മുടെ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ളതാണ്. അവിടെയുള്ള എല്ലാ KCB ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ആണ് ഈ വർഷത്തെ ഡയബറ്റിക് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം KSRTC ആയിരുന്നു, ഇപ്പോൾ KSB. അതുകൊണ്ട് ഇങ്ങനെ നമുക്കിവിടെ ഒരു അവസരം തന്ന് KCBയോടുള്ള KCB നമ്മൾ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം തന്നില്ലേ നമുക്ക് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ ഇനി എത്ര പേരുണ്ടോ അവരെല്ലാം നമുക്ക് പരിശോധന നടത്തി ചെയ്യാം. ഏറ്റവും മാനനീയമായ